ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തന മാതിരിയുടെ 79-ാം എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിന് സൽകീർത്തനങ്ങളും പ്രത്യാശയുടെ ദൂതുകളും അനുഭവങ്ങളുമായി പരിവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. 23-ാം സങ്കീർത്തനത്തിൻ്റെ 2 വാക്യങ്ങൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ധ്യാനിച്ചു കഴിഞ്ഞു. ഓരോ വാക്യങ്ങളും പറഞ്ഞു കഴിയുമ്പോൾ പറയാതെ പോകുന്ന, ചിന്തിക്കാതെ പോകുന്ന ആശയങ്ങൾ ധാരാളമുണ്ടെന്നുള്ള യാഥാർത്ഥ്യം ഓരോന്നോരോന്നായി മനസ്സിനെ മതിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിലും ചുറ്റുവട്ടങ്ങളിലും ഇരുന്നു കൊണ്ട് ഇവയെപ്പറ്റി ധ്യാനിക്കുമ്പോൾ നമ്മളൊരു പ്രഭാഷണം നടത്തുക എന്നുള്ളതല്ല, അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ഓർക്കുകയാണ്, സാക്ഷിക്കുകയാണ്. ആ സാക്ഷ്യത്തിൻ്റെ മറവിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. ആ ഒരു ലക്ഷ്യമാണ് ഇതിലൂടെ പങ്കുവയ്ക്കുന്നത്. 23-ാം സങ്കീർത്തനം 3-ാം വാക്യം: എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. ഒരു ഭക്തൻ്റെ പ്രാർത്ഥന എത്ര ശ്രേഷ്ഠമാണ് എൻ്റെ സഹോദരങ്ങളെ. ഭക്തനായ ദാവീദ് പ്രാർത്ഥിക്കുന്നത് വെറും കാവ്യാത്മകമായിട്ടല്ല. അദ്ദേഹം ഒരു കവിത രചിക്കുവാൻ വേണ്ടി എഴുതിയ വരികളല്ല ഇത്. ഒരു രചന നടത്തുവാൻ വേണ്ടി ചിന്തിച്ച ആശയങ്ങളുമല്ല. ഏകാന്തതയിലായിരുന്നപ്പോൾ നിറഞ്ഞ മനസ്സോടെ മനസ്സിൽ തിങ്ങി വന്ന അനുഭവങ്ങളെ പ്രാർത്ഥനയായി സമർപ്പിക്കുകയാണ്. ലോകം നമുക്ക് മതത്തെപ്പറ്റിയും ശാസ്ത്രത്തെപ്പറ്റിയും തത്വചിന്തയെപ്പറ്റിയും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എഴുതി വച്ച വരികൾ നമ്മൾ ഒരുപാട് ആവർത്തിച്ചിട്ടുണ്ട്. ഇതൊക്കെ ആവർത്തിക്കുന്നതോടൊപ്പം, വായിക്കുന്നതോടൊപ്പം നമ്മുടെ ഒരു സാക്ഷ്യം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. നമ്മളുടെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ആ ഒരു അനുഭവത്തിൻ്റെ പൂർണ്ണതയോടെ വീണ്ടും പറയുകയാണ്: എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. യഹോവ ഇടയനായിരിക്കുന്ന ഭക്തൻ, യഹോവ പിതാവായിരിക്കുന്ന മകൻ, യഹോവ പരിപാലകനായിരിക്കുന്ന സമൂഹം പറയുകയാണ്: എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. എങ്ങനെയാണ് പ്രാണനെ തണുപ്പിക്കുന്നത്? പ്രാണനെ തൊടാൻ പറ്റത്തില്ല. പ്രാണനെന്ന് പറയുന്ന സങ്കല്പം, ആത്മാവെന്ന് പറയുന്ന സങ്കല്പം നമ്മൾക്ക് ഭൗതികമായി വ്യവച്ഛേദിക്കാവുന്നതല്ല. പ്രാണൻ തണുക്കുകയും ചൂടുപിടിക്കുകയും ചെയ്യാറുണ്ടോ? ആത്മാവെങ്ങനെയാണ് ചൂടുപിടിക്കുന്നത്? ആത്മാവെങ്ങനെയാണ് തണുക്കുന്നത്? എൻ്റെ പ്രിയമുള്ളവരെ, ഫ്രോയിഡിയൻ പ്രിൻസിപ്പിളിൽ ഈഗോ, സൂപ്പർ ഈഗോ, ഈ 3 തലങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. ശരീരവും മനസ്സും ആത്മാവുമുണ്ട്. ഈ ശരീരവും മനസ്സും ആത്മാവും അല്ലാത്ത ചില തലങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ട്. മനുഷ്യൻ പലപ്പോഴും ശരീരത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കാറുള്ളത്. അല്പം കൂടി കടന്ന് ചിന്തിക്കുന്നവർ മനസ്സിനെക്കുറിച്ചും ചിന്തിക്കും. മാനസികാരോഗ്യം ഏറ്റവും പ്രധാനമാണെന്ന് ഇന്ന് പഠിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂളുകളിൽ തൊട്ട് കൗൺസിലേഴ്സ് വേണം.
ഇപ്പോൾ വന്ന ആൺകുട്ടികൾക്ക് ആണുങ്ങളും പെൺകുട്ടികൾക്ക് പെണ്ണുങ്ങളുമായിരിക്കണം കൗൺസിലേഴ്സ് എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മാറി വരികയാണ്. അപ്പം മനഃശക്തി എന്ന് പറയുന്ന ഒരു പ്രധാനമാണ്. ആശയങ്ങൾക്കും ചിന്തകൾക്കും ധാരകൾക്കും പ്രവാഹങ്ങൾക്കുമൊക്കെ ബീജാവാപം നടത്തുന്നത് മനസ്സിലാണ് എന്നുള്ള യാഥാർത്ഥ്യം ചിലപ്പോഴൊക്കെ നമ്മൾ മറന്നു പോകാറുണ്ട്. ഇനിയും അതിനേക്കാൾ കടന്നുള്ളൊരു ചിന്തയാണ് ആത്മാവെന്ന് പറയുന്നത്. ആത്മാവിനെ കെടുക്കരുത്. ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്തു പ്രയോജനം, സർവ്വലോകവും നേടിയാൽ. അപ്പോൾ ആത്മാവ് അതിലുപരിയാണ്. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. പച്ചയായ പുൽപ്പുറങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ പ്രാണൻ തണുക്കുന്നുണ്ട്. എൻ്റെ പ്രാണനെ സ്വന്തമായിട്ട് ഞാൻ തണുപ്പിക്കുമെന്നല്ല പറഞ്ഞ്, അവൻ തണുപ്പിക്കുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. ഇന്ന് നമുക്ക് നിലനിൽക്കുവാനുള്ള അനുഭവങ്ങളൊക്കെ അറിയാം. ചൂട് കൂടുമ്പോൾ ഫാനുണ്ട്, AC ഉണ്ട്, സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ സാധനങ്ങൾ തണുപ്പിക്കുവാൻ വേണ്ടി ഫ്രീസറിൽ വയ്ക്കും, ഫ്രിഡ്ജിൽ വയ്ക്കും. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ തണുപ്പൊന്നും ഇന്ന് പോരാ എൻ്റെ പ്രിയപ്പെട്ടവരെ. നമുക്കറിയാം, ചില പ്രത്യേകമായ പ്രതിസന്ധികൾ വരുമ്പോഴത്തേക്ക്, ഉറക്കം നഷ്ടപ്പെടുമ്പോൾ, ടെൻഷൻ കൂടുമ്പോഴത്തേക്ക്, പ്രഷർ കൂടും, നമ്മൾ തന്നെ വേർക്കും. ചിലപ്പം പറയത്തില്ലേ, വേർത്ത് കുളിച്ചു പോയി. വേർത്ത് കുളിക്കുക എന്ന് പറയുമ്പോൾ ഓർത്തോണം, ഫാൻ ഇടാഞ്ഞിട്ടല്ല, കഠിനാധ്വാനം ചെയ്തിട്ടല്ല, മറ്റ് ചില സന്ദർഭത്തിൽ വിയർത്ത് കുളിച്ചു പോകും നമ്മൾ. എത്ര തണുപ്പുണ്ടെങ്കിലും ചൂട് പിടിച്ചിരിക്കും. നമ്മുടെ കയ്യിൽ തൊട്ടാൽ, ആ അതികഠിനമായ തണുപ്പിൻ്റെ ഇടയിലും കയ്യിൽ തൊട്ടാൽ ശരീരം ചൂട് പിടിച്ചിരിക്കും. രക്തക്കുഴലുകളുടെ പ്രവാഹം വർദ്ധിക്കും, വികസിക്കും. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, നമുക്കറിയാവുന്ന യാഥാർത്ഥ്യങ്ങളാണ്. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. പ്രാണനെ ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രാണനെ അറിയുന്നവന് മാത്രമേ പറ്റത്തുള്ളൂ. പ്രാണനെ ട്രീറ്റ് ചെയ്യാൻ ഇവിടുത്തെ ഡോക്ടർമാർക്ക്, അത് എത്ര സ്പെഷ്യലിസ്റ്റുകളുണ്ടെങ്കിലും അവർക്ക് പറ്റത്തില്ല, എത്ര കൗൺസിലേഴ്സ് ഉണ്ടെങ്കിലും അവർക്ക് പറ്റത്തില്ല. പ്രാണനെ തന്ന ദൈവത്തിന് മാത്രമേ പ്രാണനെ തണുപ്പിക്കുവാനും അതിനെന്ത് ചികിത്സയാണ് തരേണ്ടതെന്ന് പറയാനും പറ്റത്തുള്ളൂ. ചൂട് പിടിപ്പിക്കുവാനും തണുപ്പിക്കുവാനും സാധിക്കുന്നത് പ്രാണൻ്റെ ഉടയവന്. എൻ്റെയും നിങ്ങളുടെയും പ്രാണൻ്റെ ഉടയവൻ ദൈവമാണ്. തണുക്കാതെ ശാന്തമാകാതിരിക്കുന്ന ആത്മാവുമായി ജീവിക്കുന്ന എത്ര വ്യക്തിത്വങ്ങളാണ്. ക്ഷമിക്കാൻ കഴിയാതിരിക്കുന്നവർ, മറക്കാൻ കഴിയാതിരിക്കുന്നവർ, പ്രതികാര വാഞ്ചയുമായി ജീവിക്കുന്നവർ, അന്യനെ ശപിക്കുന്നവൻ, ദുഷിക്കുന്നവർ, ഇവരുടെയൊക്കെ പ്രാണൻ തണുക്കുന്നു. ഇന്ന് പ്രാണനെ തണുപ്പിക്കുവാൻ, പ്രാണൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നമ്മൾ പല മേഖലകളിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വൈദ്യന്മാരുടെ പിന്നാലെ നടക്കുകയാണ്, സമ്പന്നരുടെ പിന്നാലെ നടക്കുകയാണ്. പ്രാണൻ ആശ്വാസം വേണം. എനിക്ക് ആശ്വാസം തരുവാൻ ഒരു പക്ഷേ ഭൗതികമായ ചില കാര്യങ്ങൾക്ക് പറ്റുമായിരിക്കും, എന്നെ സന്തോഷിപ്പിക്കുവാൻ എൻ്റെ സ്നേഹിതർക്ക് പറ്റുമായിരിക്കും, നിങ്ങൾക്ക് കരുതലാകുവാൻ ചുറ്റുവട്ടത്തുള്ളവർക്ക് പറ്റുമായിരിക്കും. പക്ഷേ എൻ്റെയും നിങ്ങളുടെയും പ്രാണനെ ആശ്വാസം നൽകുവാൻ, എൻ്റെ പ്രാണനെ സംരക്ഷിക്കുവാൻ, തണുപ്പിക്കുവാൻ ഈ ലോകത്തിലുള്ള ഒന്നിനെ കൊണ്ടും പറ്റത്തില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ സാക്ഷ്യത്തോടെ ഏറ്റു പറയണം, തുറന്നു പറയണം, സമ്മതിക്കണം. പ്രാണനുമായൊരു സംവേദനം നടത്തണം. മനസ്സിൻ്റെ സ്വരം നമ്മൾ കേൾക്കണം. ഇന്ന് നമ്മൾ മനസ്സിൻ്റെ സ്വരം കേൾക്കാറുണ്ടോ? ആത്മാവിൻ്റെ സ്വരം കേൾക്കാറുണ്ടോ? നമ്മൾക്കൊക്കെ അറിയാവുന്നത് ആത്മാവ്, പ്രാണൻ പെടയുന്നതിനെ പറ്റിയാണ്, പാതാളത്തിൽ വീഴുന്നതിനെ പറ്റിയാണ്, അഗ്നിചൂളയിൽ വീഴുന്നതിനെ പറ്റിയാണ്. ഇതൊക്കെ നമ്മൾ പൊടിപ്പും തൊങ്ങലുമൊക്കെ വെച്ച് ഒരുപാട് പറയാറുണ്ട്. നിത്യനരകത്തെ പറ്റിയൊക്കെ പറയാറുണ്ട്. എന്നാൽ ഇതിനപ്പുറമായ ചില തലങ്ങളുണ്ട്. ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിത്യനരകത്തിന് തുല്യമായ ഭീതിയിലും പരാജയത്തിലും കഴിയുന്നവരുണ്ട്. പലരും പറയത്തില്ലയോ, പ്രാണഭയം പിടിച്ചു. തിരുവചനത്തിൽ തന്നെ പലരുടെ അനുഭവങ്ങൾ പറയുന്നത് അവന് പ്രാണഭയം പിടിച്ചു. ശത്രുക്കൾ ഓടിയടുത്തപ്പോൾ, കൊല്ലുവാൻ ശ്രമിച്ചപ്പോൾ പ്രാണഭയം പിടിച്ചു. ശൗലിനെക്കുറിച്ച് അങ്ങനെയാണ് പറയുന്നത്. ശൗലിൻ്റെയും മക്കളുടെയും അവസാനത്തെ ദാരുണമായ അനുഭവം നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണ്.
1 ശമൂവേൽ പ്രവാചകൻ്റെ പുസ്തകം അവസാനത്തെ അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. ശത്രുക്കളോടി അടുത്തപ്പോൾ പ്രാണഭയത്തിലായ ശൗൽ വാൾ ഊരിപ്പിടിച്ച് അതിൻ്റെ മുകളിലേക്ക് വീണു. പിന്നീട് അടുത്ത ഭാഗത്ത് പറയുന്നത് 2 ശമൂവേൽ 1 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് അതിനേക്കാൾ ഉപരിയായ കാര്യമാണ്. അങ്ങനെ ഊരിപ്പിടിച്ച വാളിന്മേൽ വീണെങ്കിൽ തന്നെയും പ്രാണൻ പോയില്ല. ഗിൽബോവ മലനിരകളിൽ അതിവേദനയോടെ കിടക്കുകയാണ്. അപ്പോൾ അവിടെ ഓടി വന്ന ഒരു ദാസനെ കണ്ട് ശത്രുക്കളുടെ കയ്യിൽ ഞാൻ ഏൽക്കാതിരിക്കുവാൻ തക്കവണ്ണം നീ എന്നെ കൊല്ലണമെന്ന് പറഞ്ഞ് അവനെ കൊണ്ട് മരണം സ്വയം ഏറ്റുവാങ്ങുന്ന ശൗലിനെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ശൗലിൻ്റെയും മക്കളുടെയും മൃതശരീരങ്ങൾ ഗിൽബോവ പർവ്വതത്തിൻ്റെ ആ മലമടക്കുകളിൽ ചിതറിക്കിടക്കുകയായിരുന്നു. ശത്രുക്കൾ അത് ആഘോഷിക്കുകയായിരുന്നു. പ്രാണഭയത്തിലാകുന്ന അനുഭവങ്ങൾ ഒത്തിരിയില്ലേ പ്രിയമുള്ളവരെ? എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മൾ പ്രാണഭയത്തിലാകുന്നത്? ഒരു ബിസിനസ് വലിയ രീതിയിൽ പൊട്ടുമ്പോൾ ആ സമയത്തുണ്ടാകുന്ന ഒരു അനുഭവം, പരീക്ഷ എഴുതിയവർക്ക് പരാജയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം, അഡ്മിഷൻ പ്രതീക്ഷിക്കുന്നവർക്ക് കിട്ടാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പേടി, ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം. അടുത്ത നാളുകളിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മുടെ ചെറുപ്പക്കാർ സാമൂഹ്യ മാധ്യമങ്ങൾ അമിതമായി ഉപയോഗിക്കുന്നത് മൂലം അതിവേദന അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ചിലരൊക്കെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പേടിപ്പിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ളവർ കണ്ണുനീരോടുകൂടി ഓടി വരാറുണ്ട്. അത്തരക്കാരുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ടുണ്ട് ഞാൻ. പേടിപ്പെടുത്തുന്ന അനുഭവത്തിൻ്റെ അഗാധമായ അനുഭവം നമ്മൾക്ക് അവരുടെ മുഖങ്ങളിൽ കൂടി കാണാം. സാമ്പത്തിക നഷ്ടം മാത്രമല്ല, മാനസിക നഷ്ടവും പ്രാണനെ പേടിപ്പിക്കുന്നുണ്ട്. തലമുറകൾ നോക്കാത്തത് മൂലം പ്രയാസത്തിലായിരിക്കുന്നവർ, ശരിയായ രീതിയിൽ ചികിത്സ കിട്ടാത്തവർ, വഞ്ചന മൂലം പ്രാണഭയത്തിലായവർ, ദാരിദ്ര്യ ദുഃഖത്താൽ പ്രാണഭയത്തിലായവർ, ഭാവിയെക്കുറിച്ച് ഭയചകിതരായവർ, ഇവരൊക്കെ പ്രാണഭയത്തിലായിരിക്കുന്നവരാ. ഇത് നമ്മുടെ ശരീരത്തെ മാത്രം ബാധിക്കുന്നതല്ല എന്ന് ഓർത്തോണം. അതുകൊണ്ടാണ് മനസ്സിനെ വേദനിപ്പിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകത്തിലെ പൗരന്മാരല്ല. ഈ ലോകത്തിലെ പുരുഷന്മാരോ സ്ത്രീകളോ അല്ല, പ്രജകളല്ല. വരുവാനുള്ള രാജ്യത്തിലെ പ്രജകളാണ്. വരുവാനുള്ള രാജ്യത്തിലെ പ്രജകളാണ് നാമെങ്കിൽ അതിൻ്റെ പ്രതിഫലനമായ ഭൗതികമായ ലോകത്തിൽ ജീവിക്കുമ്പോൾ അതിനനുസൃതമായൊരൊരുക്കവും സമർപ്പണവും എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകണം. എൻ്റെ പ്രാണനെ തണുപ്പിക്കുവാൻ തക്കവണ്ണം ശക്തനായ ദൈവത്തെ നമ്മൾ തിരിച്ചറിയണം. ആ വൈദ്യനെ തിരിച്ചറിയണം. സുറിയാനി ക്രിസ്ത്യാനികളുടെ ആരാധനാക്രമത്തിലുള്ളൊരു പാട്ട്, സുപരിചിതമായൊരു ഗാനം. വൈദ്യന്മാർ പക്കൽ ഞാൻ പോയി, അവരൗഷധമെല്ലാം ചെയ്തിട്ടില്ലൊരു ഗുണവും, എൻ വ്രണമോ കഠിനം, നൽവൈദ്യ നിന്നെയും നിൻ ഔഷധ ഗുണവും ഞാൻ കേട്ടു, നിങ്കൽ വരുന്നോൻ സുഖമേൽക്കുന്നോനം, നൽവൈദ്യ നിന്നെയും നിൻ ഔഷധ ഗുണവും ഞാൻ കേട്ടു, നിങ്കൽ വരുന്നോൻ സുഖമേൽക്കുന്നോനം. അതെ, നല്ല വൈദ്യൻ, ആത്മാവിനെ തണുപ്പിക്കുന്ന നല്ല വൈദ്യൻ, നല്ല സ്നേഹിതൻ, അവനെ നമ്മൾ തിരിച്ചറിയണം. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നെങ്കിൽ നാം എത്ര പേരുടെ പ്രാണങ്ങളെ തണുപ്പിക്കണം. ആശ്വാസത്തിൻ്റെ തുരുത്തുകളായി നിങ്ങളും ഞാനുമായി തീരണം. സമാധാനത്തിൻ്റെ തുരുത്തുകളായി നിങ്ങളും ഞാനുമായി തീരണം. സമാധാനത്തിൻ്റെ തുരുത്തുകളായി നിങ്ങളും ഞാനുമായി തീരണം. ഇന്ന് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വർഗീയ കോമരങ്ങൾ അഴിഞ്ഞാടുകയാണ്. ദൈവത്തെ അറിയാത്തവൻ, ദൈവമില്ലാത്തവൻ ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. എത്ര പേരെ പ്രാണഭയത്തിലാക്കുന്നുണ്ട്.
എത്ര പേരുടെ സമാധാനം കളയുന്നുണ്ട്. ഇന്ന് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കലഹങ്ങളും തർക്കങ്ങളും നടത്തുന്നത് ദൈവമില്ലാത്തതിൻ്റെ പേരിലല്ല. ദൈവമില്ല എന്നുള്ള പേരിൽ ഇന്ന് കൊലപാതകങ്ങളോ പീഡനങ്ങളോ നടക്കുന്നില്ല. ഇന്ന് ദൈവത്തിൻ്റെ പേരിലാണ് പരസ്പരം കലഹങ്ങൾ ഉണ്ടാക്കുന്നത്. വിവിധങ്ങളായ മത പാരമ്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തങ്ങളുടെ പാരമ്പര്യങ്ങൾ ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ മനുഷ്യനെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും നമ്മുടെ ചുറ്റുപാടുകളിലും കാണാം. ഇന്ന് മനുഷ്യന് വിലയില്ല, മനുഷ്യ സംസ്കൃതിക്ക് വിലയില്ല. നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കൊച്ചു കഥ. ഒരു കൂട്ടം കിളികൾ പറന്നു പോകുകയാണ്. ആ പറന്നു പോകുന്നതിൻ്റെ ഇടയ്ക്ക് ആ കിളികൾ വിവിധങ്ങളായ മതങ്ങളുടെ ആരാധനാലയങ്ങളോട് ചേർന്നാണ് പോകുന്നത്. അവസാനം അതിലൊരു കുഞ്ഞിക്കിളി അതിൻ്റെ അമ്മക്കിളിയോട് ചോദിക്കുകയാണ്, അമ്മേ, നമ്മളെ ആരും ഇന്ന മതസ്ഥരെന്നോ ഒന്നും പറയുന്നില്ലല്ലോ, നമ്മളെല്ലാം കിളികളെന്ന് മാത്രമല്ല പറയുന്നുള്ളൂ. എന്നാൽ ഈ മനുഷ്യനെ എന്താ ഓരോരുത്തരെയും ഓരോ മതസ്ഥർ എന്നുള്ള രീതിയിൽ പറയുന്നത്, ഓരോ മതങ്ങളുടെയും പേരിൽ പറയുന്നത്? അമ്മക്കിളി പറയുന്നു, ജീവിച്ചിരിക്കുമ്പോൾ ഓരോരുത്തരും അവർ ക്രിസ്ത്യാനി എന്നും മുസ്ലിം എന്നും ഹിന്ദു എന്നും പറയും. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മൃതദേഹമെന്നും പറയും. ഭാവനാസമ്പന്നമാണ് കഥയെങ്കിലും സത്യമല്ലേ? മരിച്ചു കഴിഞ്ഞാൽ മരണപ്പെട്ടവന് അവൻ്റെ വിശ്വാസത്തിനനുസരിച്ച് അവന് അടക്കമൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും, അത്രമാത്രമേ ഉള്ളൂ. തുടർന്നുള്ള പ്രോസസ്സ് ഒന്ന് തന്നെ. ആരുടെ മൃതശരീരവും അഴുകും, ആരുടെ മൃതശരീരവും പൊടിയും, ആരുടെ മൃതശരീരവും മണ്ണായിത്തീരും. ഇതല്ലേ യാഥാർത്ഥ്യം? ഇതിനുവേണ്ടിയാണ് കൊലപാതകങ്ങൾ നടത്തുന്നത്, തമ്മിൽ തല്ല് നടത്തുന്നത്, തർക്കങ്ങളും ഭിന്നതകളും ഉയർത്തിക്കാണിക്കുന്നത്. തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ പ്രാണങ്ങളെ തണുപ്പിക്കണം പ്രിയമുള്ളവരെ. അവനെൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അനേകരുടെ പ്രാണങ്ങളെ തണുപ്പിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതല്ല. കുടുംബകലഹങ്ങൾ ഉള്ളിടത്ത് നമ്മൾ കലഹം വർദ്ധിപ്പിക്കുന്നവരല്ല. ഭയന്നിരിക്കുന്നവരുടെ മുൻപിൽ നമ്മൾ കപട പ്രവാചകന്മാരായിട്ടല്ല അവതരിക്കേണ്ടത്. പരാജയപ്പെട്ടവൻ്റെ മുൻപിൽ നമ്മുടെ വിജയം വിളിച്ചോതി അവൻ്റെ സമാധാനം കളയുന്നവരുമായിട്ടുമല്ല. അവരിലൊരുവനെ പോലെ നമ്മൾ ഇറങ്ങിച്ചെല്ലണം. നമ്മളുടെ പ്രാണൻ തണുക്കാതിരുന്നപ്പോൾ തണുപ്പിച്ച അനേകരുണ്ടെന്ന് ഓർത്തുകൊണ്ട്, ജീവിക്കുവാൻ സാധ്യതയില്ലാതിരുന്നപ്പോൾ ജീവിപ്പിക്കുവാൻ പ്രേരിപ്പിച്ച ഒരുപാട് പേരുണ്ടെന്ന് ഓർത്തുകൊണ്ട് നാം മുന്നിട്ടിറങ്ങണം. എത്ര പേരുടെ പിന്തുണ ഉള്ളതുകൊണ്ടാണ് നിങ്ങളും ഞാനുമൊക്കെ ജീവിച്ചിരിക്കുന്നത്. ആരൊക്കെയോ നമ്മളെ വിശ്വസിച്ചിട്ടുണ്ട്, ആരൊക്കെയോ നമ്മളെ കരുതിയിട്ടുണ്ട്, കൈപിടിച്ചുയർത്തിയിട്ടുണ്ട്, ഇപ്പോഴും കൈപിടിക്കുവാൻ തക്കവണ്ണം കൈ നീട്ടിത്തരുന്നുണ്ട്. ഒരുവൻ എൻ്റെയോ നിങ്ങളുടെയോ നേരെയോ കൈ നീട്ടുമ്പോൾ പ്രിയമുള്ളവരെ ഒരു കാര്യം ഓർത്തോണം, അവൻ എന്നെ മാത്രം രക്ഷപ്പെടുത്തുവാൻ വേണ്ടി കൈ നീട്ടുകയല്ല, മറിച്ച് കൈ നീട്ടുന്നവനൊരു സ്വപ്നമുണ്ട്. ഞാൻ ഒരുവനെ കൈ നീട്ടിക്കൊടുത്താൽ അവനിലൂടെ നൂറുകണക്കിന് പേര് ഒരു ചെയിൻ റിയാക്ഷൻ പോലെ രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഉണ്ട്. അതിനുവേണ്ടിയുള്ളൊരു പരിശ്രമമാണ് നിങ്ങളും ഞാനും നടത്തേണ്ടത്. നമ്മളുടെ മുൻപിലൊക്കെയുള്ള ഓരോ വ്യക്തിത്വങ്ങളെ നമ്മൾ ഓർത്തുകൊള്ളണം. മദർ തെരേസായും മഹാത്മാഗാന്ധിയും എബ്രഹാം ലിങ്കണുമൊക്കെ ലോകത്തിന് വെളിച്ചങ്ങളായി മാറിയത് നിങ്ങൾ ഓർത്തോണം. അവരെയൊക്കെ താങ്ങിയ അനേകം ചെറിയ കരങ്ങളുണ്ടായിരുന്നു. ഭൗതികമായി ശക്തി കുറഞ്ഞ ചില കരങ്ങളുണ്ടായിരുന്നു. ഭൗതികമായി ശക്തി കുറഞ്ഞ ബലഹീനപ്പെട്ട ചില കരങ്ങൾ കൊണ്ട് അത്തരക്കാരെ അവർ കരുതിയിട്ടുണ്ടെങ്കിൽ, താങ്ങി വിളിച്ചിട്ടുണ്ടെങ്കിൽ, അവരിലൂടെ അനേകർ ഉയർന്നു വന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. അതെ, കാണാൻ കഴിയാത്ത, കേൾക്കാൻ കഴിയാത്ത എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്ന എൻ്റെ ആത്മവൈദ്യനായ ദൈവം എനിക്ക് ഉള്ളതുപോലെ ആ വൈദ്യൻ്റെ വൈദ്യം നമ്മൾ പഠിച്ചേ പറ്റത്തുള്ളൂ. ചില വൈദ്യങ്ങൾ തലമുറകളായി പങ്കുവെക്കണം. ശാസ്ത്ര സത്യങ്ങൾ തലമുറയായി പങ്കുവെക്കും.
മെഡിക്കൽ എത്തിക്സ് എന്ന് പറയുന്നത് അതാണ്. അതൊന്നും അതായത് രഹസ്യമായി വെക്കാനുള്ളതല്ല. പഴയ കാലത്ത് പറയും ചിലതൊക്കെ എന്ന് വെച്ചാൽ മന്ത്രങ്ങൾ പോലെയാണ്, അത് ഒളിഞ്ഞു മാത്രം ഇരിക്കാനുള്ളതാണ്, അവരോടുകൂടി നശിച്ചു പോകാനുള്ളതാണ്. എങ്കിൽ തന്നെയും ഗുരുക്കന്മാർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ആർക്കും പറഞ്ഞു കൊടുക്കാതിരിക്കുന്ന കാര്യങ്ങൾ അവസാന ഘട്ടത്തിൽ തനിക്ക് പ്രിയപ്പെട്ട യോഗ്യനെന്ന് തോന്നുന്നവന് പറഞ്ഞു കൊടുക്കും. അത് യോഗ്യനെന്ന് തോന്നുന്നവന് മാത്രമേ പറഞ്ഞു കൊടുക്കത്തുള്ളൂ. അയോഗ്യന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതൊരു നാശമായി മാറും. ആയതുപോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഓർത്തോണം, എന്നെ നിങ്ങളെ തണുപ്പിച്ച ആ വൈദ്യൻ്റെ മന്ത്രങ്ങളും മന്ത്രണങ്ങളും ഏറ്റെടുത്തുകൊണ്ട് അനേകരുടെ ഹൃദയങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കണം. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. വീണ്ടും പറയുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ കൂടി നടത്തുന്നു. തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ കൂടി നടത്തുന്നു. അതൊരു പ്രത്യേകിച്ച് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ്. അതിന് 2 കാര്യങ്ങളാണ് പറയുന്നത്. നീതിപാതകളിൽ നടത്തുന്നു, അതെന്തിലൂടെയാണ്, എങ്ങനെയാണ്? തിരുനാമം നിമിത്തം. നീതിപാതകളിൽ കൂടി നടത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർത്തോണം, ഒരു പാതയിലൂടെ നടത്തുക എന്ന് വെച്ചാൽ ഒന്ന്, പാതയെക്കുറിച്ച് നടത്തുന്നവന് ബോധ്യമുണ്ടാകണം, അതിൻ്റെ അറ്റവും മൂലയും അറിയണം, വെളിച്ചം വേണം, കൂടെ നടക്കണം. നടത്തുക എന്ന് വെച്ചാൽ കൂടെ നടക്കണം, വഴി പറഞ്ഞു കൊടുക്കുകയല്ല, ഇതുവഴി അങ്ങ് പൊയ്ക്കുമെന്ന് പറയുകയല്ല. മറിച്ച് നീ ഇന്ന വഴിയിലൂടെ തന്നെ പോകണമെന്ന് പറഞ്ഞ് അവൻ്റെ കൂടെ നടന്നു പോകുകയാണ്. ഒരു നാഴിക നിന്നോടൊപ്പം നടക്കുവാൻ ഒരുത്തൻ നിന്നെ നിർബന്ധിച്ചാൽ 2 വഴിത്താരെ അവനോടൊപ്പം, 2 നാഴിക അവനോടൊപ്പം നീ നടക്കണമെന്ന് പഠിപ്പിച്ച യഥാർത്ഥ ഇടയൻ്റെ ഗുരുവിൻ്റെ പിൻഗാമികളാണ് നിങ്ങളും ഞാനുമൊക്കെ. തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ കൂടി നടത്തുന്നു. എന്താണ് അവൻ്റെ തിരുനാമം? അവൻ്റെ വചനങ്ങൾ, അവൻ്റെ ഉപദേശങ്ങൾ, തിരുവചന മനനങ്ങൾ, ധ്യാനങ്ങൾ, ഉപദേശങ്ങൾ, ഇതെല്ലാം തന്നെ കർത്താവിൻ്റെ തിരുനാമമാണ്, കർത്താവിൻ്റെ ഹിതമാണ്. തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ കൂടി നടത്തുന്നു. നീതിയുടെ പാതകൾ, വേദപുസ്തകം പഠിപ്പിക്കുന്നത് സ്വർഗത്തിലേക്കുള്ള വാതിൽ ഇടുക്കമേറിയതാണ്, നാശത്തിലേക്കുള്ള വാതിൽ വിശാലമാണ്. അപ്പം വിശാലമായ വാതിലുകൾ ഒത്തിരി ഉണ്ട്, അതിൻ്റെ ഇടയ്ക്കാണ് ഈ നീതിപാതകളിലൂടെയുള്ള നടത്തിപ്പ് നടത്തുന്നത്. നീതിപാതകളിലൂടെയുള്ള നടത്തിപ്പെന്ന് പറയുമ്പോൾ നിങ്ങൾ ഞാനുമൊക്കെ ഓർത്തോണം, പാതകൾ അനേകമുണ്ടെങ്കിലും നടത്തുന്നവർ അനേകമുണ്ടെങ്കിലും അതിൻ്റെ മാർഗങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിലും വഴി അറിയാവുന്നവനോടൊപ്പം നടക്കണം. വഴി അറിയാവുന്നവനോടൊപ്പമേ നടക്കാവൂ. എന്നെ നടത്തുന്നവൻ നായകനാണെന്ന ബോധ്യമുണ്ടാകണം. നായകനല്ലാത്തവൻ നയിക്കുന്ന പാതയിലൂടെ നടക്കുന്നവൻ നാശത്തിലൂടെ എത്തിച്ചേരത്തുള്ളൂ, അന്ധകാര വഴിത്താരിലൂടെ എത്തത്തുള്ളൂ. വഴികളുടെ ഒരു പ്രത്യേകതയുണ്ട്, എല്ലാ വഴികളും ഒരുപോലെയല്ല. നമുക്ക് തന്നെ അറിയാം, എപ്പോഴും MC റോഡും നാഷണൽ ഹൈവേയും മെയിൻ റോഡും മാത്രമല്ല ഒരു യാത്രികനുള്ളത്. ചിലപ്പോൾ ഒരു ഏകാന്ത പഥികൻ അവൻ്റെ യാത്രയിൽ ഒരുപക്ഷെ പഴയകാലത്ത് നടന്നു പോകുന്ന യാത്രകൾ, ഇടവഴികൾ, ഊടുവഴികൾ, പൊളിഞ്ഞു കിടക്കുന്ന വഴികൾ ഒക്കെയുണ്ട്. ഇപ്പോഴും നമ്മൾ ഓർത്തോണം, നമ്മൾ വാഹനങ്ങളിൽ പോകുക, ചില വഴിയിലൂടെ നല്ല സ്പീഡിൽ പോകാൻ പറ്റും. പക്ഷേ പോകുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ ട്രാഫിക് ജാമൊക്കെ വരാം, നമ്മളവിടെ കുടുങ്ങിക്കിടക്കും. കുടുങ്ങിക്കിടക്കുമ്പോൾ അനേകം വാഹനങ്ങൾക്കിടയിൽ കിടന്ന് വെറുതെ ഹോണടിച്ചിട്ട് കാര്യമില്ല, പോയേ പറ്റത്തുള്ളൂ, പറന്നു പോകാൻ പറ്റത്തില്ലല്ലോ. ചിലപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇടും. ഈ ഗൂഗിൾ മാപ്പ് നമ്മെ നയിക്കുന്ന വഴികളെന്ന് പറയുന്നത് കൊച്ചു വഴികളൊക്കെ ആയിരിക്കും, ഇടുങ്ങിയ വഴികളിലൊക്കെ ആയിരിക്കും. ചിലപ്പോൾ പോകുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് വഴിത്താര മാറ്റിവിടുമ്പോൾ ഓർത്തോണം, അതുപോലെ ഒരു ട്രാഫിക് ജാം, ഒരു കൺജക്ഷൻ മുമ്പിലുണ്ട്. ഇന്നത്തെ കാലത്ത് അത് കാണിക്കും, കൺജക്ഷൻ എഹഡ്, മുൻപിലൊരു കൺജക്ഷൻ ഉണ്ട്, ഒരു വലിയ ട്രാഫിക് ജാം ഉണ്ട്, അതുകൊണ്ട് നീ ആ വഴിയെ കൂടെ പോകണ്ട, നീ ഇന്ന വഴിയെ കൂടെ പോയാൽ മതി. വഴിയാത്രകൾ ഉടനീളം ഇങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവരെ. ചില സമയത്ത് ശാന്തമായി കിടന്നേ പറ്റത്തുള്ളൂ, സ്വസ്ഥമായി കിടന്നേ പറ്റത്തുള്ളൂ, വിശ്രമിച്ചേ പറ്റത്തുള്ളൂ. ചിലപ്പോൾ നമ്മുടെ വാഹനം ഓഫാക്കിയിട്ടേ പറ്റത്തുള്ളൂ. സിഗ്നലിൽ കിടക്കുമ്പോൾ ശാന്തത പുലർത്തിയേ പറ്റത്തുള്ളൂ. മുമ്പിലും പുറയിലും കിടക്കുന്നവനെ അലോസരപ്പെടുത്തിയിട്ട് കാര്യമില്ല. ദൈവത്തിൻ്റെ നീതിപാതകൾ വ്യത്യസ്തതയുടേതാണ്. ദൈവത്തിൻ്റെ നീതിപാതകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല,
നമ്മൾ വെട്ടിയ വഴിത്താരയിലൂടെ ദൈവം നമ്മളെ നയിക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവമേ, നീ എന്നെ ഇന്ന വഴിയിലൂടെ നയിക്കണം, എനിക്ക് ഇന്ന ജോലി തന്ന് ഇന്ന രീതിയിൽ എന്നെ കല്യാണം കഴിപ്പിച്ച് ഇന്നടത്ത് എന്നെ എത്തിച്ച് ഇത്ര നിക്ഷേപം തന്ന് ദൈവം എന്നെ നടത്തണമെന്നല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എൻ്റെ ജീവിതത്തെക്കുറിച്ച് നിനക്കെന്താണ് പദ്ധതി? ഞാൻ ഏത് വഴിയിലൂടെ പോകുന്നതെന്ന് നീ ഉദ്ദേശിക്കുന്നത്? ഇന്ന വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം ദൈവമേ തളർന്നു പോകുമല്ലോ, ഞാൻ സമയത്തെത്തത്തില്ലല്ലോ, സമയത്തെത്താതിരിക്കുമല്ലോ. അതുകൊണ്ട് ദൈവം ചില മുന്നറിയിപ്പുകളൊക്കെ തരും. അതിനെ അതിജീവിച്ച് നമ്മൾ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തോന്നും ഇന്ന വഴിയിലൂടെ പോയാൽ 2 കിലോമീറ്റർ ലാഭമാണ്. ചിലപ്പോൾ നമ്മളെ 3-4 കിലോമീറ്ററുകൾ ദൂരത്തിൽ വിട്ടാലും ചിലപ്പോൾ 2-3 മണിക്കൂറിൽ നിന്ന് നമ്മളെ ലാഭിക്കുകയായിരിക്കും. ആത്യന്തികമായി ദൈവം നടത്തിത്തരുന്ന വഴിത്താരിലൂടെ പോകണം. ആ വഴിത്താരിലൂടെ പോകുമ്പോഴേ ജീവിതം അതിൻ്റെ പൂർണ്ണതയിലെത്തത്തുള്ളൂ. ഹൃദയംഗമായിട്ട് നമ്മൾ പാടാം, തിരുനാമനിമിത്തം എന്നെ നീതിപാതകൾ കൂടി നടത്തുന്നു. അതെ, അവൻ്റെ നാമനിമിത്തമാണ്, മറ്റുള്ളവരുടെ ഉപദേശങ്ങളല്ല. ദൈവത്തിൻ്റെ നാമമാകുന്ന അനുഭവത്തിലൂടെ, ദൈവത്തിൻ്റെ നാമമാകുന്ന മനസ്സിലൂടെ ദൈവം എന്നെയും നിങ്ങളെയും നടത്തുന്നുണ്ട്. കണ്ണുനീരോടെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനുള്ള, ആവശ്യപ്പെടുവാനുള്ള ഒരു വലിയ കാര്യവും അതുതന്നെയാണ്. ദൈവമേ, നിൻ്റെ വഴിയിലൂടെ ഞാൻ നടന്ന്, നിൻ്റെ വഴിത്താരിയിലൂടെ നടന്ന് പരമപദം പ്രാപിക്കുവാനിടയാകണം. നാം ധ്യാനിച്ചത് എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമനിമിത്തം എന്നെ നീതിപാതകൾ കൂടി നടത്തുന്നു. ശരീരത്തെയല്ല, പ്രാണനെയാണ് തണുപ്പിക്കുന്നത്. പ്രാണനെ തണുപ്പിക്കുവാൻ പ്രാണൻ്റെ ആത്മാവിൻ്റെ ചികിത്സ അറിയുന്നവനെ നമ്മൾ പിന്തുടരണം. പ്രാണനെ തണുപ്പിക്കുവാൻ ആ സ്വർഗീയ വൈദ്യൻ എടുക്കുന്ന മെത്തഡോളജികളെ നമ്മൾ പിന്തുടരണം. ആ സ്വർഗീയ വൈദ്യൻ എൻ്റെ പ്രാണനെ തണുപ്പിക്കുവാൻ വേണ്ടി നൽകുന്ന ശിക്ഷകളെ സ്വീകരിക്കണം. എൻ്റെ പ്രാണനെ ചൂട് പിടിപ്പിക്കുവാനും തണുപ്പിക്കുവാനും സാഹചര്യങ്ങൾക്കനുസരിച്ച് അവൻ അറിയാം. തണുക്കാതിരിക്കുന്ന എൻ്റെ മനസ്സ് ഒത്തിരിയുണ്ട്. എൻ്റെ മനസ്സ് പലപ്പോഴും നമ്മൾ പറയണം, ദൈവമേ, എൻ്റെ മനസ്സ് ചൂട് പിടിച്ചിരിക്കുകയാണ്, എല്ലാം കൊണ്ടും തകർന്നിരിക്കുകയാണ്. ഏതു ഗുണമെന്നറിവാൻ ഇല്ല ജ്ഞാനം എന്നിൽ നാഥ, നിൻ തിരുനാമം നിമിത്തം നീതിപാതയിൽ നടത്തൂ, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.